എങ്ങനെയായിരുന്നു ആ ഒരു കുഞ്ഞ് മീനാക്ഷി അല്ല കുഞ്ഞ് ബിന്ദുജ ഒരു സിനിമയിലേക്ക് വരുന്നതും, അല്ലെങ്കിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു? കുഞ്ഞു ബിന്ദുജ ആക്ച്വലി കുഞ്ഞായിട്ട് തന്നെയാണ് പ്രിയദർശൻ അങ്കിളിന്റെ ഒന്നാനാം കുന്നിൽ ഓരടി കുന്നിൽ എന്ന സിനിമയിൽ ശങ്കരേട്ടന്റെ സിസ്റ്റർ ആയിട്ടാണ് അഭിനയിച്ചത്. അത് എഗൈൻ ഈ പറഞ്ഞ മാതിരി അതിൽ ആ സിനിമയിൽ പാട്ട് പാടാൻ വേണ്ടി കോറസ് പാട്ട് പാടാൻ വേണ്ടി പോയപ്പം ഇങ്ങനെ ശങ്കരേട്ടൻ പറഞ്ഞിട്ട് പ്രിയദർശൻ അങ്കിൾ കാണുകയും ഒക്കെ അങ്ങനെയാണെങ്കിൽ ആ ക്യാരക്ടർ കുഞ്ഞ് ഒന്നുമില്ല, വെറുതെ കുറെ ഗോഷ്ടികൾ കാണിക്കാൻ തിരിച്ചു വരും. ഞാൻ പോയത് ശങ്കരേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. അതിനുശേഷം പത്മരാജൻ അങ്കിളിന്റെ പി പത്മരാജൻ അങ്കിളിന്റെ 2 സിനിമ, ഒന്ന് നൊമ്പരത്തി പൂവ്, ഞാൻ ഗന്ധർവ. അപ്പൊ എഗെയിൻ ലാലു അലക്സിന്റെയും മാധവിയുടെയും മകളായിട്ടാണ് ആ സിനിമയിൽ ചെയ്തത്. അപ്പൊ പത്മരാജൻ അങ്കിളുടെ സിനിമ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഡാൻസ് ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണ് മാധു, അദ്ദേഹത്തിന്റെ മകള് മാധവിക്കുട്ടി. ഞങ്ങൾ രണ്ടുപേരും ഒരേ ബാച്ച്. അങ്ങനെ ഞങ്ങള് ഇതുവരെ അങ്കിളിന് പെട്ടെന്ന് ഓർമ്മ വരും, ബിന്ദുജ ചെയ്താൽ നന്നാവും. അപ്പൊ ശരിക്കും ആ സിനിമയിലൊക്കെ ഒരു ഗുണം കിട്ടിയെന്താന്ന് വെച്ചാൽ ഓരോ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും തിങ്ക് ചെയ്യുന്നതിൻ്റെ ഒരു, അഫ്കോഴ്സ് നമുക്ക് അത്രയും വിവരമൊന്നും ആ വയസ്സിൽ വരില്ല. എങ്ങാനും അങ്കിളിൻ്റെ ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു സീനിൽ ഇങ്ങനെ മുടിക്കെട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ട്, അപ്പൊ രാത്രിയിലത്തെ ഒരു സീൻ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ അങ്കിൾ അങ്ങനെ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് മോളെ, കുട്ടികളെ പെൺകുട്ടികളെ മുടി അഴിച്ചിട്ട് ഉറങ്ങാറില്ല. അപ്പം ഓരോ ചെറിയ മൈന്യൂട്ട് തിങ് നമുക്ക് പറഞ്ഞു തരുന്നു. അതേമാതിരി ഞാൻ ഗന്ധർവൻ അഭിനയിക്കുന്ന സമയത്ത് ഫസ്റ്റ് സീൻ എൻ്റെ അടുത്ത് ഞാൻ നടന്ന് ഒരു കുരുവിയുടെ അടുത്ത് വന്ന് കുരുവിയോട് കൊഞ്ചുന്ന ഒരു സീനാണ് അടുത്ത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഭയങ്കര ലെതാജിക്കായിട്ട് നടന്നു വരരുത്, ഭയങ്കര വൈബ്രന്റ് ആണ് നിന്റെ ക്യാരക്ടർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ആക്ച്വലി അതിന്റെ ഒരു അംശമേ നമ്മൾ എടുക്കുന്നുള്ളൂ മനസ്സിലോട്ട്. അപ്പൊ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ തിരിഞ്ഞ് ആലോചിക്കുമ്പം ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും പറഞ്ഞു തരാനുള്ള, ഈവൻ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പവിത്രത്തിലെ ചേട്ടച്ചൻ്റെ കൂടെ ചെയ്ത ഒരു പെർട്ടിക്കുലർ സീൻ, അതായത് ചേട്ടച്ചൻ ഞാൻ കോളേജിലൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് മുടി ബ്രഷ് ചെയ്യണം. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധാരണ ചീപ്പായിരുന്നു. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ചേട്ടച്ചൻ ചോദിച്ചു, മോളെ ഒരു ബ്രഷ് ആണെങ്കിൽ കുറച്ചും കൂടി അതിനൊരു വ്യത്യാസം, ഇതിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഒരു കോളേജിൽ പോകുന്ന ഒരു കുട്ടി ചീപ്പായിരിക്കില്ല, ബ്രഷ് ആയിരിക്കും, മറ്റേ നോർമൽ കോംബ് ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്, ഒരു കുറച്ചും കൂടി സ്റ്റൈലിഷ് ആവും എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ വൈസും അങ്ങനെയാണ്, ഗ്രാജുവലി സ്റ്റൈലിഷ് ആവുന്ന ഒരു ക്യാരക്ടർ. അപ്പം വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ലെജൻഡറി ആക്ടേഴ്സ് ആയിട്ട് അവർ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിരാജിച്ച് നിൽക്കുന്നത്. അപ്പൊ ശരിക്കും എനിക്കുള്ളൊരു ഗുണം കിട്ടിയത് കുട്ടിക്കാലം മുതലേ ഇങ്ങനെ വലിയ വലിയ ആൾക്കാരുടെ കൂടെ ചെയ്യാൻ പറ്റിയപ്പോ അവര് ശ്രദ്ധിക്കുന്ന ചെറിയ ഇപ്പൊ തോർത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചേട്ടച്ചനൊക്കെ ഉപയോഗിക്കുന്ന, അപ്പൊ നമുക്കൊക്കെ തോർത്തൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ വിധത്തിലാണ് അവർ അതിനെ ഉപയോഗിക്കുന്നത്. അതൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കറക്റ്റ് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനുള്ള. അപ്പൊ ഇതെല്ലാം അവര് പഠിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസിൽ കൂടെയാണ്. ഐ തിങ്ക് അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇവരുടെയൊക്കെ കൂടെ ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ തുടങ്ങാൻ പറ്റും.